എടാ അർത്ഥമാരി പുണ്ടേ, ഇത് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ടായിട്ടുള്ളതല്ല, ഇത് എനിക്കറിയാവുന്ന ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടുള്ളതാണ്. അവൻ്റെ പേര് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ താൻ വന്ന് കമൻ്റ് ഇട്ടല്ല, താൻ എൻ്റെ അപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന്. തന്നെ ഞാനും എൻ്റെ അമ്മയും ഇതുവരെ കണ്ടിട്ടില്ല. നീ കാണിക്കുന്ന തന്തയില്ലായ്മയ്ക്ക് നിനക്കൊരു ലിമിറ്റ് വേണം. കാരണം അതിന് നല്ല തന്തയ്ക്കുണ്ട്, അല്ല 70 പട്ടിക്കുണ്ടായിട്ട് കാര്യമില്ല. നീ കാണിച്ചത് നിന്നോട് ഞാൻ മര്യാദയ്ക്ക് അങ്ങോട്ട് ചോദിച്ചു, നിനക്ക് എന്നെ പേഴ്സണലി അറിയാവുന്ന പറയുന്ന നിനക്ക് എൻ്റെ നമ്പറുണ്ട്, അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഞാൻ നിനക്ക് ചോദിച്ചു, സ്ക്രീൻഷോട്ട് അയക്ക്, താൻ എന്നെ ഒരുപാട് വിളിച്ചു എന്നുള്ള. കാരണം എൻ്റെ അപ്പം മരിച്ച സമയത്ത് ഞാൻ ഫോൺ എടുത്തിട്ടില്ല, എനിക്ക് മിസ്സാവാം. ഞാൻ മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചു. അന്നേരം എന്നിട്ട് നീ വിളിക്കാറോ, നീ അവൻ്റെ അപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വയ്യാതെ കിടന്നപ്പോൾ നീ എന്താടാ പോയി കാണാഞ്ഞത്? ഈ പറഞ്ഞ ഞാൻ എൻ്റെ അപ്പൻ്റെ ഒരു സുഹൃത്ത് ചെയ്ത കാര്യം വെച്ച് വീഡിയോ ഇട്ടപ്പോൾ നിനക്ക് ഇത്ര കൊള്ളേണ്ട കാര്യം എന്താ? ആ പറഞ്ഞ സുഹൃത്ത് അപ്പനെ അവിടെ പോയി കണ്ടു, അപ്പനെ ഫുഡ് വാരി കൊടുത്തു, ഒരു ദിവസം മുഴുവൻ എൻ്റെ അപ്പൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. എൻ്റെ അപ്പനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വീൽ ചെയറിലേക്ക് കയറ്റി വിടുന്നത്. അപ്പോഴും എൻ്റെ അപ്പനെ പോയി കണ്ടു. നാട്ടിൽ വന്നപ്പോൾ എന്നെ വിളിച്ചു. ഇതൊക്കെയാണ് സുഹൃത്തുക്കൾ ചെയ്യുന്നത്. നീ ഇടയ്ക്ക് വെച്ച് അല്ലാതെ കോഴിക്കോട് വെച്ചിട്ട് ഞാൻ ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും കോഴിക്കോട് ഞാൻ ഉണ്ടെന്നും പറഞ്ഞ് കായ്പൊക്കെയായിരുന്നല്ലോടാ മലദ്വാരപ്രിയ. നീ എന്താ വിചാരിച്ചാൽ എൻ്റെ മലദ്വാരം നിനക്ക് തുറന്ന് കിട്ടുമെന്ന്? അതിന് വേണ്ടിയിട്ടാണ് നീ എനിക്ക് മെസ്സേജ് അയച്ചത്. നിനക്കല്ലാതെ നീ ഒരിക്കൽ പോലും എന്നെ വിളിച്ചിട്ടില്ല. നീ എന്നെ പറഞ്ഞിരിക്കട്ടെ, എൻ്റെ അമ്മ എന്തിനാണ് മലദ്വാരം മോനെ നീ പറഞ്ഞത്? ഞാനും എൻ്റെ അമ്മയും കൂടെ കൊന്നു. അമ്മയ്ക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ വൈഫും കൂടെയാണ് നോക്കിയത്. അതിലിപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. നീ കൊലപാതക കുറ്റത്തിൻ്റെ ആരോപണം കൊണ്ടാക്കിയിരിക്കുന്നത്, നീ കാണിച്ചിരിക്കുന്നതിൻ്റെയൊക്കെ പബ്ലിക് ഡിഫമേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നീ എന്ത് വിചാരിച്ച് ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരെണ്ണം ഇട്ട് വെച്ചിട്ട് അവിടെ മാറിയിരുന്ന നമുക്ക് നിനക്ക് കുഴപ്പമില്ലെന്ന്? നിനക്ക് ഇത്ര കൊള്ളേണ്ട കാര്യം, നിനക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ നിനക്ക് കൊള്ളത്തുള്ളൂ. എൻ്റെ അപ്പൻ എന്താ വേറെ കൂട്ടുകാരൊന്നും ഇല്ലേ? അവർക്കാർക്കും വീഡിയോ കണ്ടിട്ട് കൊള്ളാത്ത? എടാ നീ പറയുന്നത് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നിനക്ക് അതിൻ്റെ കുറ്റബോധം ഉണ്ടെങ്കിൽ നിനക്ക് അതിൻ്റെ കഴപ്പ് തീർക്കാനുള്ള സ്ഥലമല്ല സോഷ്യൽ മീഡിയ. നീ വിചാരിക്കുന്നുണ്ട് പബ്ലിക്കായിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഞാൻ മിണ്ടായിരിക്കത്തില്ല. ഞാൻ പറയും. നീ ഒരു കാര്യം മനസ്സിലായി, പ്രായം കൂടിയെന്നും പറഞ്ഞ് നീ അപരാധി അല്ലാതാവുന്നില്ല. അപരാധി വലിയൊരു മൂത്ത അപരാധി ആവുന്നേ ഉള്ളൂ. അത് നിന്ന് പഠിച്ച നിന്നെപ്പോലൊരു കൂട്ടുകാരനെ എനിക്ക് ഉണ്ടാവരുതെന്ന് എനിക്ക് ജീവിതത്തെ ആഗ്രഹമുള്ളൂ. എൻ്റെ അപ്പന് വയ്യാതെ കിടന്നപ്പോൾ പോലും നീ ഒരു തവണയെങ്കിലും വിളിച്ചു ചോദിച്ചോടാ, നിനക്ക് എൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, നീ എന്നെ വിളിച്ചു ചോദിച്ചോടാ. കൂട്ടുകാരൻ പറയാൻ വന്നേക്കുന്നത്, എടാ എൻ്റെ കൂട്ടുകാരൻ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാ. അത് നിനക്കറിയാം, എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയ്ക്ക് കീമോ ചെയ്തിട്ട് വന്നിട്ട് അവൻ എനിക്ക് വന്ന് കൂട്ടിരുന്നിട്ടുണ്ട്. അറിയാമോ? അവൻ അത്ര ഇത് കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്ന് അറിഞ്ഞിട്ട് അവൻ എന്നെ വന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടാ എനിക്ക്. അല്ലാതെ എൻ്റെ കൂട്ട് മരിച്ചു കഴിയുമ്പോഴേക്കും തന്തയില്ലായ്മ പറയുന്ന കൂട്ടുകാരല്ല ഉള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, അപ്പം എൻ്റെ കൂട്ടുകാർ കുറച്ച് പേര് എല്ലാവരും കൂടെ പൈസ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. അന്നേരം ഞങ്ങൾ ആരോടും പോയി സഹായം ചോദിച്ചില്ല. അവർ ഇങ്ങോട്ട് അനീഷ് ചേട്ടനും ഈ ജെയ്ബി ചേട്ടനും ഒക്കെ എന്നെ വിളിച്ചിട്ട്, എന്നെയും എൻ്റെ അമ്മയും ഞങ്ങൾ രണ്ടുപേരും വിളിച്ചിട്ട് പറഞ്ഞു, പപ്പ എല്ലാവർക്കും ഇങ്ങനെ പൈസ കൊടുക്കുമായിരുന്നു, അതുകൊണ്ട് സ്വീകരിക്കണമെന്ന് അമ്മയോട് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇട്ട് കൊടുക്കുക ചെയ്തത്. അല്ലാതെ നീ അതിൻ്റെ പേരിലാണ് നീ തന്തയില്ലായ്മ പറഞ്ഞെങ്കിൽ നിനക്ക് കുറച്ച് കാശ് അങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്തും പറയാനുള്ള ലൈസൻസ് ആണെന്ന് നീ വിചാരിക്കുക. അത് നീ എൻ്റെ വീട്ടിലിരിക്കുന്നവരെ പറയുക, എൻ്റെ വീട്ടിലിരിക്കുന്നവരെ പറയാൻ വരരുത്.